ലോജിസ്റ്റിക് എന്താണെന്ന് അറിയാമോ? ഒരുപക്ഷെ കൃത്യമായിട്ട് അറിയില്ലായിരിക്കും. എന്നിരുന്നാലും ഈ പറയുന്ന പേര് കേട്ടിട്ടുണ്ടാവും, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ എന്താണ്? അതോ ഡെലിവറി സർവീസുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അതോ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും കയറ്റി അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണോ? അതെ, നമുക്കിപ്പോഴറിയാവുന്ന ഈ ലോജിസ്റ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റ് ആൻഡ് സർവീസുകൾ മനുഷ്യരിലേക്ക്, പ്രത്യേകിച്ച് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടാവും. എന്നാൽ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ഈ ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ ഐഡിയ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ലോജിസ്റ്റിക്കിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയാലോ. മാനേജ്മെൻറ്റ് ഓഫ് ഫ്ലോ ഓഫ് തിങ്സ് ബിറ്റ്വീൻ പോയിൻ്റ് ഓഫ് ഒറിജിൻ ആൻഡ് point of consumption to meet requirement of customers or corporation. അതായത് ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥലത്തായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, വസ്തുക്കളെ നിർമ്മിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ നിർമ്മിച്ച സ്ഥലത്ത് തന്നെ ചിലപ്പോൾ ഈ പറയുന്ന പ്രോഡക്റ്റുകൾക്ക് അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. അത് മറ്റൊരു സ്ഥലത്തായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഉപയോഗം ഉണ്ടാവുക. അപ്പോൾ ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് ഉപയോഗിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് ഇത് എത്തിക്കണം. ആ ഫ്ലോയിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒഴുക്കിനെ പറയുന്ന പേരാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്നുള്ളത്. പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഉണ്ടാക്കുന്നത് ഒരു സ്ഥലത്താണ്, ഉപയോഗിക്കുന്നത് വേറെ സ്ഥലത്താണ്. ഉണ്ടാക്കുന്നത് US-ലാണ്, ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ്. ഉണ്ടാക്കുന്നത് ജർമ്മനിയിലാണ്, ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. ഓക്കെ, അപ്പോൾ ജർമ്മനിയിൽ നിന്ന് കേരളത്തിലോട്ടുള്ള ഈ വസ്തുവിൻ്റെ പ്രയാണം, അതുമായിട്ട് ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് എന്താണ് ആക്ടിവിറ്റീസ്, പ്രോസസ്സുകൾ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്നുള്ളത്.